ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ വീട്ടിൽ നിന്ന് നൈറ്റി ഇടാറുണ്ട്, ചുരിദാർ ഇടാറുണ്ട്, കുർത്തി ഇടാറുണ്ട്, ഇനി അതല്ല ടീഷർട്ട്, ട്രൗസേഴ്സ്, അങ്ങനെ പലതും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ നമുക്ക് കുറഞ്ഞ വിലയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് പിന്നെ ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ. ഓരോന്നായിട്ട് കാണാം കേട്ടോ. അത് നമുക്ക് നൈറ്റ് സ്യൂട്ട് ഉണ്ടാവുമല്ലോ, അതിൽ ആ ഒരു ടൈപ്പ് ഡ്രസ്സസ് ആണ്. ടീഷർട്ടും പിന്നെ നമ്മളുടെ ഏകദേശം ഒരു മുട്ടിന് താഴെ ലെങ്ത്ത് വരുന്ന പാൻറ്റും ആണ്. സെറ്റായിട്ടാണ് വരുന്നത്. 200 സംതിങ് ആണ് വരുന്നത്. ഒന്ന് കോംബോ ആയിട്ട് വന്നതാണ്, ഒന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വന്നതാണ്. പിന്നെ നൈറ്റ് ഡ്രസ് ആയിട്ട് തന്നെ ഒന്ന് ഞാൻ നമുക്ക് പാൻറ് ഇല്ലാതെ ടോപ്പ് മാത്രമായിട്ട് നമ്മൾ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ടോപ്പ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്തതുമാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്ലാക്ക്, അതുപോലെ തന്നെ ആഷ് കളർ പാൻറ്റും വരുന്നത്. ബ്ലാക്ക് ആണ് ടീഷർട്ട് വരുന്നത്. മെറ്റീരിയൽ ഭയങ്കര തിക്കൊന്നല്ല, പക്ഷെ ട്രാൻസ്പെറൻറ്റും അല്ല. കാരണം നമുക്ക് വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സാകുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട്, ഒത്തിരി തിക്കും അല്ല, കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യേണ്ട തരത്തിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ വിലക്ക് വന്നിട്ട് ഇത് വർത്താണ്. ഞാൻ അത് വാഷ് ചെയ്ത് നോക്കിയില്ല കേട്ടോ, കൊണ്ടുവന്നേ ഉള്ളൂ. ഇനി വാഷ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. ആ പോകാനാവുമ്പോൾ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്തിരുന്നില്ല. പക്ഷെ ഒരു കാഴ്ചയിലും കാര്യത്തിലൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു പ്രൈസിന് എനിക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. സാധാരണ ടീഷർട്ട് ഞാൻ ഇപ്പോൾ ലൂസായിട്ടുള്ള ടീഷർട്ട്സാണ് യൂസ് ചെയ്യാറുള്ളത്, എങ്കിൽ പോലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഇതാണ്. ഇനി അടുത്തത് വന്നിട്ട് 499 400 സംതിങ്ങിന് ഞാൻ രണ്ടെണ്ണമുള്ള ഒരു കോംബോ എടുത്തതാണ്. അപ്പോൾ വന്നിട്ട് 200 സംതിങ് ഒന്നിനാവുന്നുള്ളൂ. അത് ഈ റെഡും അതുപോലെ ഈ ആഷ് കളർ പാൻറ്റും വരുന്ന ഒരു കോമ്പിനേഷനും യെല്ലോയും ബ്ലാക്കും വരുന്ന ഒരു കോമ്പിനേഷനുമാണ് കേട്ടോ. ടീഷർട്ട് എനിക്ക് പാൻറ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ടീഷർട്ടിനെ പാൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം അത്ര അടിപൊളി എന്നല്ല, എന്നാലും ഞാനൊരു 3.8 സ്റ്റാർ റിവ്യൂ ഒക്കെ കൊടുക്കും കേട്ടോ ടീഷർട്ടിന്. പാൻറ്റിന് ഞാൻ ഫുൾ തന്നെ കൊടുക്കുകയാണ്. കാരണം എനിക്ക് മെറ്റീരിയൽ നല്ല ഇഷ്ടമായി. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ ഭയങ്കര തിക്കായിട്ടാണെങ്കിലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചൂടാണ്, ഇവിടെ ഇനി വരണ ചൂടാണ് വരുന്നത്. ഇപ്പം ഇതാ ഫാനെല്ലാം ഓഫാക്കിയിട്ട് മുകളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയാനായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനൊന്നും ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പം വാഷ് ചെയ്ത് നോക്കിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം. എന്തായാലും എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമായി, ഈ ഒരു കോമ്പിനേഷൻ. മറ്റേ ഈ ആദ്യത്തെ 3 സെറ്റുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എനിക്ക് വയറുള്ളത് കൊണ്ട് വന്നിട്ട് ഇവിടെ ലൂസും ഇവിടെ വരുമ്പോഴേക്ക് ടൈറ്റും ആവുന്നതുകൊണ്ട് ഇവിടെ നല്ല ലൂസ് എടുക്കേണ്ടി വരും. അപ്പം നല്ല ലൂസ് എടുക്കുമ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, ഊഹിക്കാലോ അതുപോലെ ആയിരിക്കും കാണാനുണ്ടാവുക. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ലോങ് ടോപ്പാണ് കേട്ടോ. ഇത് ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നല്ല മെറ്റീരിയലാണ്, ഒരു ഗ്ലാസ് ലുക്കാണ് കേട്ടോ. നിങ്ങൾ നല്ല ബോഡി ഷേപ്പിലുള്ള ആളാണെങ്കിൽ കറക്റ്റായിട്ടുള്ള സൈസ് എടുക്കുക. പിന്നെ കറക്റ്റ് സൈസ് ആകുമ്പോൾ ഇച്ചിരി ലൂസ് ഉണ്ടാവും. അതാണ് നമുക്ക് വീട്ടിൽ നിന്നുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ടൈറ്റ് ഫിറ്റിനെക്കാട്ടും അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും പറയാനുള്ള ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചു. പക്ഷേ ഇതിന് 300 സംതിങ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അതിനുണ്ട് കേട്ടോ, അതിൻ്റെ ക്വാളിറ്റിക്ക് അതുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് ഇടുമ്പോൾ കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഇട്ടിട്ട് കാണാൻ നമ്മളെ തന്നെ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ നന്നായിട്ട് പാമ്പർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു കോംബോ സെറ്റ് എടുത്തല്ലോ, അതിൻ്റെ തന്നെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ 2 എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി കളർ വെറൈറ്റീസ് വേറെ ഉണ്ട്. അതിൽ ഏതാ ഇഷ്ടം എന്ന് വെച്ചാലൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. യെല്ലോ എപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, അതുപോലെ റെഡൊക്കെ. പിന്നെ ആ ഒരു പാൻറ്റിൻ്റെ കോമ്പിനേഷനും അത്യാവശ്യം കൊള്ളാട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ നന്നായിട്ട് തന്നെയാണ്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ മാക്സിമം ബനിയൻ സാധനങ്ങളൊക്കെ മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക. ഹാൻഡ് വാഷ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതുപോലെ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ടീഷർട്ട് കുറച്ചും കൂടെ കാലം നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ അലക്കിയിട്ട് വിരിച്ചിടുന്ന സമയത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിരിച്ചിടാനായിട്ട് നോക്കുക. ബനിയൻ ഒത്തിരി ഇങ്ങനെ പിഴിഞ്ഞിട്ട് വിരിച്ചിടാതിരിക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബനിയൻ ഒത്തിരി വെളിഞ്ഞു പോവാതെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.